BJP പ്രതിഷേധം പുതിയ തലത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിൽ അപ്രതീക്ഷിത പ്രതിഷേധവുമായി പ്രതിപക്ഷം. CJP പ്രതിഷേധത്തിന് നേർക്ക് ഡൽഹി പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രകടനം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കേരള മുഖ്യമന്ത്രി VD സതീശൻ എന്നിവർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരവേദിയിലെത്തി അനുനയ നീക്കങ്ങൾക്ക് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CJP നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇതിന് കാരണക്കാരായ പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. വിഷയം പാർലമെന്റിലും പ്രതിപക്ഷം ശക്തമായി ഉയർത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 3 മണിക്ക് എല്ലാ കോൺഗ്രസ് എംപിമാരോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിലെത്താൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു രാജ്യസഭയിലെയും ലോക്സഭയിലെയും എംപിമാരെ വസതിയിലേക്ക് ക്ഷണിച്ചത്. ഇവിടെ നിന്നാണ് അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എംപിമാർ പ്രതിഷേധം ആരംഭിച്ചത്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന അതീവ സുരക്ഷാ പാതയിലാണ് എംപിമാർ ധർണയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബലം പ്രയോഗിച്ചാണ് എംപിമാരെ പോലീസ് നീക്കിയത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എംപിമാർ വളഞ്ഞു നിൽക്കുകയാണ്. കൈകൾ കൂട്ടിക്കെട്ടി കോൺഗ്രസ് എംപിമാർ പ്രതിഷേധിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിന് പ്രധാനമന്ത്രി ഉത്തരം നൽകണമെന്നാവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി സർക്കാർ യുവജനങ്ങളുടെ ഭാവി നശിപ്പിച്ചെന്നും വിമർശിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണയുമായി നേരത്തെ ഇടത് എംപിമാരും ജന്തർ മന്ദറിൽ എത്തിയിരുന്നു. പരീക്ഷാ വീഴ്ചയിലെ യുവ രോഷമാണ് രാജ്യം കാണുന്നതെന്നും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രധാനമന്ത്രി ചോദിച്ചു വാങ്ങണമെന്നും ഇടത് എംപിമാർ പറഞ്ഞു. ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകളിലൂടെയും CJP സമരത്തിന് പിന്തുണയുണ്ട്. ജന്തർ മന്ദർ സമരവേദി ലൊക്കേഷൻ നൽകി ഭക്ഷണ പൊതികൾ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ലധികം പൊതികൾ ഇതിനോടകം എത്തിയെന്ന് വോളണ്ടിയർമാരും ഡെലിവറി ബോയ്സും നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം CJP നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരെ RML ആശുപത്രിയിലെത്തി രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് ഡൽഹി RML ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 20-കാരി വെന്റിലേറ്ററിലാണ്. യുവതിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതിഷേധക്കാരെ കാണാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ എത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഡോക്ടർമാരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. നദ്ദ ഉന്നത അടിയന്തര യോഗം ചേർന്ന ചികിത്സാ സംവിധാനങ്ങളും നിലവിലെ സാഹചര്യവും അവലോകനം ചെയ്തു. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ RML ആശുപത്രിയിലെത്തി യുവതിയെ സന്ദർശിച്ചു. പോലീസ് നടപടിയിൽ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായതിൽ ദീപ്കെ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരോടും പൊതുജനങ്ങളോടും പരസ്യമായി ക്ഷമാപണം നടത്തി. പ്രതിഷേധക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ തനിക്ക് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ നന്നായി കാര്യങ്ങൾ ചെയ്തു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കേണ്ടതായിരുന്നു. 20ഓളം വിദ്യാർത്ഥികളുടെ മരണത്തിന് ഉത്തരവാദിയായി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിക്കുന്നതിനായി നിരവധി വിദ്യാർത്ഥികളുടെ ചോര ഒഴുക്കുകയാണ് എന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് വ്യക്തിപരമായി തന്നെ ബന്ധപ്പെടണമെന്നും അഭിജിത്ത് ആവശ്യപ്പെട്ടു. നീറ്റ് CBSE ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് CJP പാർലമെന്റ് മാർച്ച് നടത്തിയത്. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ആളുകൾ എത്തിയതോടെ പോലീസ് സമരത്തെ അടിച്ചമർത്തുകയായിരുന്നു. രാജി ആവശ്യപ്പെട്ട ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമാണ് പാർലമെന്റ് മാർച്ച് നടത്തിയത്. ഇന്നും പ്രതിഷേധം തുടരുകയാണ്. ജൂൺ 20-നാണ് ജന്തർ മന്ദറിൽ CJP സമരം തുടങ്ങിയത്. ജൂൺ 28 മുതൽ സോനം വാങ്ചുക്കും നിരാഹാര സമരം തുടങ്ങി. സമരം തുടർന്നതോടെ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും സമരത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപക വിമർശനം ഉയരുകയും ചെയ്തതോടെ ജൂലൈ 18-ന് ഡൽഹി പോലീസ് നാടകീയ നീക്കത്തിലൂടെ അദ്ദേഹത്തെ സമരപ്പന്തലിൽ നിന്ന് ആശുപത്രിയിലേക്ക് നീക്കി. എന്നാൽ ആശുപത്രിയിലും അദ്ദേഹം സമരം തുടരുകയാണ്. വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ അഭിജിത് ദീപ്കെ സമരവേദിയിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. പോലീസ് നടപടിക്കിടെ 70 സമരക്കാർക്ക് പരിക്കേറ്റുവെന്നാണ് CJP അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.